ഈ കെ.സി. വേണുഗോപാലിനൊക്കെ എന്തോ അപകടം പറ്റിയതായി അറിയുന്നു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്തായിരുന്നു സംഭവം? അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ രാവിലെ 7:30 മണിക്ക് വിമാനത്തിൽ ദില്ലിയിലേക്ക് പുറപ്പെട്ടതാണ് കെ.സി. വേണുഗോപാലൊക്കെ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നൊരു 5-6 എം.പിമാർ. കെ.സി. വേണുഗോപാലുണ്ട്, അടൂർ പ്രകാശുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, രാധാകൃഷ്ണനുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം.പി ഉണ്ട്. ഇവരെല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നവിടെ പ്രതിഷേധ പരിപാടിയുണ്ട്. ഈ പ്രതിപക്ഷ കക്ഷികളുടെ അറിയാം, നമുക്ക് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പേരിലുള്ള പ്രതിഷേധ പരിപാടിക്കാണ് ഇവർ യാത്രയാവുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിമാനം അല്പസമയം പറന്നതിന് ശേഷം പൈലറ്റിൻ്റെ ഒരു സന്ദേശം വരികയാണ്, വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട്, അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഉള്ളിൽ ഈ കഴിഞ്ഞ വിമാന അപകടത്തിൻ്റെ ദൃശ്യങ്ങളായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. ജീവൻ കൈ പിടിച്ചായിരിക്കും പിന്നീടുള്ള ഓരോ നിമിഷവും അവരതിനകത്ത് കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവുക. പക്ഷേ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ വിമാനം വീണ്ടും ഏകദേശം 1.5 മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നതിന് ശേഷമാണ് ആ വിമാനത്തിന് താഴെ ഇറങ്ങാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമാനം ഒരു ഘട്ടത്തിൽ ചെന്നൈ വിമാനത്താവളത്തിൽ താഴെ ഇറങ്ങാൻ വന്ന ഘട്ടത്തിൽ വീണ്ടും വിമാനം പറന്നുയർന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ വിമാനത്തിൽ നിന്ന് ഈ പറഞ്ഞ എയർ ട്രാഫിക് കൺട്രോളിലേക്കുള്ള ആശയവിനിമയത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആശയവിനിമയത്തിന് എന്തോ ബുദ്ധിമുട്ട്, കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു ചർച്ച വിമാനത്തിനകത്ത് വരികയും ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും വളരെയധികം ആശങ്കയിലാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്ത. വിമാനം പിന്നീട് താഴെ ഇറക്കി. ഏകദേശം 1.5 മണിക്കൂറോളം ഈ അപകട സന്ദേശം ലഭിച്ചതിന് ശേഷമാണ് വിമാനം താഴെ ഇറക്കിയത്. അപ്പോൾ താഴെ ഇറക്കിയതിന് തൊട്ട് പിന്നാലെ കെ.സി. വേണുഗോപാൽ എയർ ഇന്ത്യ അധികൃതരെ വിളിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയും ഈ സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു. വിമാനം ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഘട്ടത്തിലാണ് റൺവേയിൽ മറ്റൊരു വിമാനം ഉയർന്നു പൊങ്ങാൻ തയ്യാറായി നിൽക്കുന്നതും ആ വിമാനം യാത്ര ആരംഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റൺവേയിൽ മറ്റൊരു വിമാനം യാത്ര ആരംഭിച്ച സാഹചര്യത്തിൽ ഈ അടിയന്തര സാഹചര്യമാണെങ്കിൽ പോലും ഈ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർ തിരിച്ച് പൈലറ്റിനെ അറിയിക്കുകയും പൈലറ്റ് താഴ്ന്ന് ഇറങ്ങാൻ ശ്രമിച്ച വിമാനം വീണ്ടും ഉയർന്ന് പൊക്കി കൊണ്ടുപോവുകയുമാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം പിന്നീട് ഈ അടിയന്തര സാഹചര്യമാണ്, വിമാനം താഴെ ഇറക്കാൻ പോകുന്നു, വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്ന് പറഞ്ഞ പൈലറ്റ് പക്ഷേ പിന്നീട് ഈ വിമാനത്തിനകത്തിരുന്ന ആരുമായിട്ടും യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും നടത്തിയില്ല എന്നുള്ള കൂടി ഇവരുടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പം വിമാനത്തിനകത്ത് ഇത്രയും എം.പിമാർ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റി ചെന്നൈ വിമാനത്താവളത്തിൻ്റെ അവർ പെരുമാറിയത് എന്നൊരു പരാതി കൂടി കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള അവർ പറയുന്നു. അവർ ഉന്നയിക്കുന്നൊരു കാര്യം, അടിയന്തര പ്രാധാന്യത്തോടു കൂടി പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ട ഒരു വിമാനം അതിനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തുന്നതിനിടയിൽ മറ്റൊരു വിമാനം ഈ പറഞ്ഞ റൺവേയിലേക്ക് കയറ്റിവിടാൻ പാടുള്ളതായിരുന്നില്ല. റൺവേയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയതിന് ശേഷം ഈ വിമാനം അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനപ്പുറം ചെയ്തത് റൺവേയിൽ ഉണ്ടായിരുന്ന വിമാനം പറത്തിവിട്ട് ആ വിമാനം പറത്തിവിട്ടതിന് ശേഷം മാത്രം ഈ അടിയന്തര പ്രാധാന്യമുള്ള വിമാനം ലാൻഡ് ചെയ്യാൻ അനുവാദം നൽകി എന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നടപടി വേണം എന്നാണ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല, 3 മാസമൊന്നും. ജൂൺ 12-ാം തീയതിയാണ് അഹമ്മദാബാദിലെ വിമാനം തകർന്നു വീണിട്ട് ഏകദേശം 250ഓളം ആളുകൾ മരിക്കുന്നത്. 300-നടുത്ത ആളുകൾ അപകടത്തിൻ്റെ ബാക്കി പത്രമായിട്ട് അതിൻ്റെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ ആ ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, വിമാനത്തിൽ യാത്ര ചെയ്തത്. അപ്പോൾ അത്രയും ആളുകൾ കൊണ്ട് യാത്ര ചെയ്ത ഒരു വിമാന അപകടം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ ഇത്രയും ഒരു അപകടത്തിൻ്റെ ബാക്കി പത്രമായിട്ട് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പോലും ഇതുവരെയും എയർ ഇന്ത്യക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡി ജി സിയൊക്കെ ഒന്നും മനസ്സിലാകാത്തൊരു ഘട്ടം വന്ന സമയത്ത് അപ്പം
ഇത് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകട സാധ്യത മുന്നിൽ കാണുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ആശങ്കയും ഭയപ്പാടുമാണ് ഇന്നലെ എംപിമാർ ഉൾപ്പെടെയുള്ള സംഘത്തിന് ഈ വിമാനത്തിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് വസ്തുത. അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് എയർ ഇന്ത്യ അധികൃതർ ഉത്തരവാദിത്തം കാണിച്ചില്ല, അവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് എയർ ഇന്ത്യക്കും DGCAക്കും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MP-മാർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദ് വിമാന അപകടം നമുക്ക് നൽകിയ വലിയ പാഠമുണ്ട്. അതായത് ഒരു വിമാന അപകടത്തിന് തൊട്ട് മുൻപായിട്ട് വിമാനത്തിന് നടത്തേണ്ട സാങ്കേതിക പരിശോധനകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന വിമാനത്തിനും അല്പദൂരം പറക്കുമ്പോഴേക്കും ഇത്രയും വലിയൊരു സാങ്കേതിക തകരാറ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഈ വിമാനം ഈ പറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ സാങ്കേതിക പരിശോധനകളെല്ലാം നടത്തി ചെക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടില്ലേ, പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ നടത്തിയിട്ടില്ലേ. വീണ്ടും അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷവും ഈ പറഞ്ഞതുപോലെ തന്നെ എയർ ഇന്ത്യയും അതിനകത്തെ പൈലറ്റുമാരും കോ പൈലറ്റും എല്ലാവരും ചേർന്ന് ഈ ഒരു നിസ്സംഗ സ്വഭാവമാണോ അവരിപ്പോഴും കാണിക്കുന്നത് എന്ന ഒരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഒരു വിമാനം ഉയരുന്നതിന് തൊട്ട് മുൻപായിട്ട് നടത്തേണ്ടിയിരുന്ന പരിശോധനകളെല്ലാം നടത്തി അതിൻ്റെ ഒരു ചെക്ക് റിപ്പോർട്ട് വിമാനത്താവളത്തിന് കൈമാറണം, അതോടൊപ്പം തന്നെ പൈലറ്റിന് കൈമാറണം. അതിനുശേഷം പൈലറ്റിൻ്റേതായ രീതിയിലുള്ള വിമാനത്തിനകത്തെ പരിശോധനകളെല്ലാം നടത്തിയതിന് ശേഷം എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അവരും ഒരു ചെക്ക് റിപ്പോർട്ട്. വിമാന ദുരന്തങ്ങൾ നിരവധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയം കൃത്യമായി അതിൻ്റെ പരിശോധനകൾ നടത്തണം. കാരണം ഇത് റോഡിലൂടെ ഓടുന്നതല്ല, ശരിക്കും ആകാശത്തിലൂടെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ചെക്കിങ് ഉറപ്പുവരുത്തിയിട്ട് വേണം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളരെ പ്രമുഖരായ ആളുകളൊക്കെ സഞ്ചരിക്കുന്ന വിമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യതയോടെ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിമാന അധികൃതർ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാർ, അതായത് ഇപ്പോൾ എയർ ഇന്ത്യ ആണെങ്കിൽ ടാറ്റയാണ് അതിൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരവാദിത്തമില്ലായ്മ അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ വിമാനമാണ് കഴിഞ്ഞ ദിവസം ഡ്രീം ലൈനർ ഗണത്തിൽപ്പെട്ട വിമാനമാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. പക്ഷേ അതിനുശേഷവും വിമാന അപകട സാധ്യതകൾ നിരവധിയാണ് ഉണ്ടായത്. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് എന്ന് വേണമെങ്കിൽ പറയാം അപകടം ഒഴിവായി എന്ന് വേണം കരുതാൻ. അല്ലാതെ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസോ കൃത്യമായിട്ടുള്ള പരിശോധനകളോ ഈ വിമാനത്താവളത്തിൽ വെച്ചോ അല്ലാതെയോ ഒന്നും ഈ വിമാനങ്ങൾക്ക് നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. DGCA പലപ്പോഴായിട്ട് എയർ ഇന്ത്യക്ക് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്, അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷവും ഇത്തരത്തിൽ വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറ് പറന്നുയർന്നപാടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ പരിശോധനയുടെ കുഴപ്പമാണ്, അവരുടെ മെയിൻ്റനൻസിൻ്റെ കുഴപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. കാരണം ഒരുപാട് ആളുകളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതിന് ഒരിക്കലും സർക്കാർ കൂട്ടുനിൽക്കരുത്. ഇതിൽ ഉത്തരവാദികളായുള്ള ആരാണോ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.